എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഡ്രൈ സ്കിന്നിന് 100% റിസൾട്ട് തരുന്ന ഒരു സിമ്പിൾ റെമഡിയെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ഇന്നൊരു സ്റ്റോറി ആയിട്ടാണ് വീഡിയോ പറയുന്നത്. ഡ്രൈ സ്കിന്നുകൊണ്ട് വേഴ്സ് ആയിട്ടുള്ള ഒരു സ്കിന്നും പെട്ടെന്ന് മാറുന്നതും നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് പറയുന്നത് സ്കിൻ ഡിസീസിനെ കുറിച്ചോ ട്രീറ്റ്മെന്റിനെ കുറിച്ചോ ഒന്നുമല്ല. സ്കിൻ മോയ്സ്ചറൈസ് ആയി വെക്കുന്നതും സ്കിന്നിലെ മോയ്സ്ചറൈസിംഗ് ഹെൽത്തിനെ എത്രത്തോളം ബാധിക്കുന്നുവെന്നും സ്കിന്നിന് മോയ്സ്ചറൈസിങ് എത്രത്തോളം വേണമെന്നും അതിന്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണെന്നാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളോട് പറയാൻ പോകുന്നത്. 100% എല്ലാവർക്കും യൂസ് ചെയ്യാവുന്ന ഒരു സിമ്പിൾ റെമഡിയാണ്. അപ്പോൾ ഒരു സ്റ്റോറിയിലൂടെ ഞാൻ പറയാം. ഇവിടെ ഞാനൊരു പേഷ്യൻറ്റിൻ്റെ സ്കിൻ കണ്ടീഷനാണ് കാണിക്കുന്നത്. ഈ കുഞ്ഞിന് വളരെയധികം ഡ്രൈ സ്കിൻ ഉള്ളതായിരുന്നു. അപ്പോൾ അവർ ഡ്രൈ സ്കിൻ കണ്ടീഷൻ ചെയ്തുകൊണ്ടിരുന്നത് ഒലീവ് ഓയിൽ ഉപയോഗിച്ചിട്ടായിരുന്നു. ഒലീവ് ഓയിലാണ് അവർ യൂസ് ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ കുഞ്ഞിന്റെ സ്കിൻ അവർക്ക് മെയിൻറ്റെയിൻ ചെയ്ത് ഡ്രൈനെസ്സിൽ നിന്നും മെയിൻറ്റെയിൻ ചെയ്ത് പോവുകയായിരുന്നു. സ്കിൻ നോർമൽ ആയെന്ന് കരുതി അവർ ഒലീവ് ഓയിൽ യൂസ് ചെയ്യാൻ കുറച്ച് ഗ്യാപ്പ് വരികയും തിരിച്ച് അവരുടെ കുഞ്ഞിന്റെ സ്കിന്ന് ഡ്രൈ ആവുകയും കുഞ്ഞൊന്ന് ചൊറിഞ്ഞപ്പോൾ അവിടെ ചെറിയൊരു മുറിവാകുകയും ചെയ്തു. അങ്ങനെയാണ് സ്കിൻ ഡ്രൈനെസ് വേഴ്സ്റ്റ് ആകുന്നത്. അപ്പോൾ വീണ്ടും അവർ ഒലീവ് ഓയിൽ ഉപയോഗിച്ചിട്ടും അവരുടെ സ്കിന്ന് മുറിവുണ്ടായത് കൊണ്ട് തന്നെ അത് മാറുന്നില്ല. ഇവിടെ മോയ്സ്ചറൈസ് നടക്കാതെ പോവുകയാണ് ചെയ്യുന്നത്. ഇവിടെ നമുക്ക് മരുന്നിന്റെ ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഡ്രൈനെസ് ആണ്. ഇവിടെ ഞാൻ പേഷ്യൻറ്റിനോട് യൂസ് ചെയ്യാൻ പറഞ്ഞത് ഈ സിമ്പിൾ റെമഡിയാണ്. ഗ്ലിസറിനും റോസ് വാട്ടറും ആണ് യൂസ് ചെയ്യാൻ പറഞ്ഞിരുന്നത്. സിമ്പിളായിട്ടുള്ള ഈ റോസ് വാട്ടർ ഗ്ലിസറിൻ യൂസ് ചെയ്താൽ തന്നെ സ്കിന്നിന് കണ്ടോ, പിന്നീട് രണ്ട് മൂന്ന് ദിവസം യൂസ് ചെയ്തപ്പോൾ തന്നെ സ്കിൻ മോയ്സ്ചറൈസിങ് വീണ്ടെടുക്കുകയും പെട്ടെന്ന് സ്കിൻ ഹീൽ ചെയ്യുകയും മോയ്സ്ചറൈസിങ്ങിന്റെ എഫക്റ്റ് നമ്മുടെ സ്കിന്നിനെ ഹെൽത്തിനെ എത്രത്തോളം ബാധിക്കുന്നു എന്നാണ് ഞാനിവിടെ കാണിക്കുന്നത്. മരുന്നിന്റെ ആവശ്യമൊന്നുമില്ല, മോയ്സ്ചറൈസിങ്ങിന്റെ കുറവ് കൊണ്ട് മാത്രമാണ് ഈ ഒരു ഡ്രൈനെസ് വേഴ്സ്റ്റിലേക്ക് പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് സംശയം ഉണ്ടാവും, എങ്ങനെയാണ് ഗ്ലിസറിന്റെ പ്രവർത്തനം, എങ്ങനെയാണ് നമ്മുടെ സ്കിന്നിനെ മോയ്സ്ചറൈസ് ആയി വെക്കുന്നതെന്ന്. ഗ്ലിസറിൻ വായുവിൽ നിന്ന് വെള്ളത്തിന്റെ അംശം സ്കിന്നിലേക്ക് വലിച്ചെടുക്കാൻ സഹായിക്കുന്നു. കൂടാതെ സ്കിന്നിലെ ജലാംശം നിലനിർത്തുവാനും അതിലൂടെ സ്കിൻ ഡ്രൈ ആകുന്നതിനുള്ള വിള്ളലൊക്കെ തടയാൻ സഹായിക്കുന്നു. ഇത് നമ്മുടെ സ്കിന്നിനെ സോഫ്റ്റ് ആക്കി നിർത്തുവാനും അതുപോലെ യൂത്ത് നിലനിർത്തുവാനും സഹായിക്കുന്നു. സ്കിന്നിനെ പെട്ടെന്ന് പ്രായമാകുന്ന ലക്ഷണങ്ങളെ തടയാനും സഹായിക്കുന്നു. സ്കിന്നിനെ ഹെൽത്തി ആക്കി സോഫ്റ്റ് ആയി നിലനിർത്താൻ സഹായിക്കുന്നു. ഗ്ലിസറിൻ മാത്രമായിട്ട് നമ്മൾ യൂസ് ചെയ്യാൻ പാടില്ല. അത് കൂടുതൽ ഇറിറ്റേഷനൊക്കെ സ്കിന്നിൽ ഇറിറ്റേഷനൊക്കെ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളത് ഡൈല്യൂട്ട് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ഇതെല്ലാവർക്കും യൂസ് ചെയ്യാവുന്നതാണ്. കുഞ്ഞുങ്ങൾക്കും അവരുടെ അതിലോലമായ സ്കിന്നിനും യൂസ് ചെയ്യാൻ പറ്റുന്നതാണിത്. സ്കിൻ ഇറിറ്റേഷനൊക്കെ കുറയ്ക്കാൻ സഹായിക്കുന്നു. എന്തുകൊണ്ട് റോസ് വാട്ടർ നമ്മൾ മീഡിയ ആയിട്ട് യൂസ് ചെയ്യുന്നത് വെച്ചാൽ ഇത് നമ്മുടെ സ്കിന്നിന് വളരെ സൂട്ടബിൾ ആയിട്ടുള്ള ഒന്നാണ്. അത് സ്കിന്നിൽ ഇറിറ്റേഷൻ കുറയ്ക്കാനും സഹായിക്കുന്നു. അതുപോലെ ഗ്ലിസറിൻ ഒരു മീഡിയ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇനി റോസ് വാട്ടറും ഗ്ലിസറിനും എങ്ങനെയാണ് മിക്സ് ചെയ്യേണ്ടത് നോക്കാം. ഇത് പകുതിയാണ് എടുക്കേണ്ടത്. ഹാഫ് ഗ്ലിസറിൻ ആണെങ്കിൽ ഹാഫ് റോസ് വാട്ടർ എടുക്കണം. നല്ലപോലെ മിക്സ് ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ മോയ്സ്ചറൈസിങ്ങിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് ആണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത്. അപ്പം ഇവിടെ വില കൂടിയ ഒരു ക്രീമോ വില കൂടിയ ഒരു പ്രൊഡക്റ്റിൻ്റെ ഒന്നും ആവശ്യമില്ല. ജസ്റ്റ് മോയ്സ്ചറൈസിങ് സിമ്പിൾ റെമഡി തന്നെ എല്ലാവർക്കും യൂസ് ചെയ്യാവുന്ന, ഡെയിലി നമുക്ക് യൂസ് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. ഡ്രൈനെസ് ആയിട്ട് ബുദ്ധിമുട്ടുന്നവർക്കൊക്കെ സ്കിൻ മൊത്തം തണുപ്പ് കാലത്തൊക്കെ സ്കിൻ മൊത്തം ഡ്രൈ ആവുന്നവർക്കും അതിൻ്റെ ഇറിറ്റേഷനൊക്കെ വരുന്നവർക്കൊക്കെ ഒരുപാട് ലോഷനൊക്കെ വാങ്ങിയാലും അത് ഉപയോഗിക്കുമ്പോൾ മാത്രമുള്ള എഫക്റ്റ് ഉള്ളവർക്കൊക്കെ ഈ ഒരു റെമഡി, ഈ സിമ്പിളായിട്ടുള്ള കാര്യം ചെയ്താൽ മതി. ഇതുപോലെ എക്സസീവ് ഡ്രൈനെസ് ഉള്ളവർക്ക് ചിലപ്പോൾ എല്ലാ ഓയിൽസും മോയ്സ്ചറൈസിങ്ങിന് വേണ്ടി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. അത് പെനിട്രേറ്റ് ചെയ്ത് സ്കിന്നിലോട്ട് കയറാൻ ബുദ്ധിമുട്ടാണ്. അതിനായി മോയ്സ്ചറൈസിങ് എഫക്റ്റുള്ള പ്രൊഡക്റ്റ് അല്ലെങ്കിൽ മെഡിസിൻ തന്നെ നമ്മൾ യൂസ് ചെയ്യണം. അതുപോലെ എക്സലൻ്റ് ആയിട്ടുള്ളൊരു ആയുർവേദിക് ഫോർമുലേഷനെ കുറിച്ചാണ് അടുത്ത വീഡിയോയിൽ പറയാൻ പോകുന്നത്. 100 times നെയ്യ് വാഷ് ചെയ്താൽ എങ്ങനെയായിരിക്കും? 10,000 റൊട്ടേഷനിലൂടെ 100 times വാഷ് ചെയ്ത് ആയുർവേദത്തിലൊരു എക്സലൻറ്റ് മെഡിസിനാണ് ശതദൗതഘൃതം. ഇതൊരു എക്സലൻറ്റ് മോയ്സ്ചറൈസറാണ്, അതുപോലെ തന്നെ ഹീലിംഗ് പ്രോപ്പർട്ടി ഉള്ളതാണ്. അപ്പോൾ എക്സലൻ്റ് ആയിട്ടുള്ള ഈ മെഡിസിനെ കുറിച്ച് അറിയാം അടുത്ത വീഡിയോയിലൂടെ. അപ്പോൾ അടുത്തൊരു ഹെൽത്ത് വീഡിയോയിലൂടെ കാണാം. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.